Hi students, once again welcome to EduSpring classes. Today we discuss journalizing of business translations. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ്റെ ജേർണലൈസിംഗ് എന്നുള്ളൊരു പ്രോസസ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. The process or act of recording translations chronologically in the journal is called journalizing. അതായത് ഒരു ജേർണലിലേക്ക് കാലക്രമത്തിൻ്റെ ക്രോണോളജിക്കലായിട്ട് ഒരു ജേർണലിലേക്ക് ട്രാൻസ്ലേഷൻ റെക്കോർഡ് ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജേർണലൈസിംഗ് എന്ന് പറയുന്നത്. ഈ ജേർണലൈസിങ്ങിൻ്റെ മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സും ആ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഐറ്റംസ് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടൊന്നാണ് 5 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തതാണ് അസറ്റ്. ഒന്നാമത്തതാണ് അസറ്റ് എന്നുള്ള ഐറ്റം. അസറ്റിൽ ഏതൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? അസറ്റ് ഒന്നാമത്തെ ക്യാഷ്. ക്യാഷ് എന്നുള്ളത് എന്നാണ് ഒരു അസറ്റ് ആണ്. അതുപോലെ തന്നെ പർച്ചേസ്, അതുപോലെ മെഷീനറി. ഇപ്പൊ ക്യാഷ്, പർച്ചേസ്, മെഷീനറി, അതുപോലെ സ്റ്റോക്ക്, ബിൽഡിംഗ്, ഫർണിച്ചർ, ലാൻഡ്, പ്ലാന്റ്. ഇതൊക്കെ എന്താണ് അസറ്റുകൾക്ക് കുറച്ച് എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് പിന്നീട് നിങ്ങൾ ഡെബിറ്റും ക്രെഡിറ്റും ഏതാണ് എന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ അത് ഒന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് ഐറ്റംസ് എന്നാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ഈ ഓരോ ഐറ്റംസ് എന്നാണ് എഴുതിയെടുക്കേണ്ടതാണ്. രണ്ടാമത്തെ അക്കൗണ്ട് ഏതാണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിൽ ഏതൊക്കെയാണ്? സാലറി എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. അതുപോലെ റെന്റ് ഒരു എക്സ്പെൻസ് ആണ്. വേജ് എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? കമ്മീഷൻ പെയ്ഡ്, റെന്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട കുറച്ച് എക്സ്പെൻസുകൾ. അതുപോലെ ഇൻഷുറൻസ് പെയ്ഡ്, ജനറൽ എക്സ്പെൻസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് എക്സ്പെൻസുകൾ. ഒരുപാട് എക്സ്പെൻസുകൾ ഐറ്റംസ് ഉണ്ട്. ഇതിൽ വളരെ കുറഞ്ഞ പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നൽകിയിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തതാണ് ലാബിലിറ്റി. ബാധ്യത. ബിസിനസിന്റെ ബാധ്യതകൾ ഏതൊക്കെയാണ്? ഒന്ന് ലോണ്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, അതുപോലെ ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കിൽ എന്ത് ചെയ്യാം? ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഇതൊക്കെയാണ് ബിസിനസിന്റെ പ്രധാനപ്പെട്ട ബാധ്യതകൾ. ലോണും ക്രെഡിറ്റേഴ്സും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ നെക്സ്റ്റ് ആണത് 4 ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ തന്നെയാണ്. ഇനി അഞ്ചാമത്തതാണ് ഇൻകം. ഇൻകത്തിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട? സെയിൽസ് ആണ്. സെയിൽസ് എന്നുള്ളത് എന്താണ്? ഇൻകത്തിൽപ്പെട്ട ഐറ്റം ആണ്. അതുപോലെ തന്നെ സെയിൽസ്, റെന്റ് റെസീവ്ഡ്, അതുപോലെ തന്നെ കമ്മീഷൻ റെസീവ്ഡ്, ഇൻട്രസ്റ്റ് റെസീവ്ഡ്. ഇതൊക്കെ എന്താണ്? എന്തിന് ഉദാഹരണങ്ങളാണ്? ഇൻകത്തിന് ഉദാഹരണങ്ങളാണ്. ഇതിന്റെ ഓരോ റൂൾസ് എന്താണ്? അസറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്?
അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ആയിരിക്കും. അതുപോലെ ഇൻകംസ് എക്സ്പെൻസ് കൂടിയാൽ എന്താണ്? അത് ഡെബിറ്റ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇത് രണ്ടും കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ്, പിന്നെ കുറഞ്ഞാൽ എന്താണ്? അത് ക്രെഡിറ്റ് ആണ്. ഇനി ഇത് മൂന്നെന്താണ്? ഈ ഐറ്റംസ് ഒക്കെ എന്താണ്? ഈ ഐറ്റംസ് കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ്. ഈ ലാബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ്. അതുപോലെ എന്താണ്? ഈ ഐറ്റംസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെബിറ്റ് ആണ്. ഇത്രയൊക്കെയാണ് നിങ്ങൾ ഒരു ജേർണലൈസിങ്ങിന്റെ മുമ്പ് പ്രാഥമികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സ്റ്റുഡൻസ്, ഒരു ജേർണലിൽ എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ജേർണലൈസ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്ത് ചെയ്യാം? നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അനലൈസ് ആൻഡ് റെക്കോർഡ് ജേർണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു ദ ട്രാൻസ്ലേഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അജയ്. ഇപ്പോൾ ബുക്സ് ഓഫ് അജയുടെ, അതായത് അജയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ ആണ് നൽകിയിരിക്കുന്നത്. ഒന്നാണ് അജയുടെ ബുക്സിൽ എന്താണ്? നിങ്ങൾ ജേർണൽ എൻട്രികൾ എഴുതാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെ ജേർണൽ എൻട്രികൾ എഴുതാം എന്നതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ട്രാൻസ്ലേഷൻ ആണ് 1 ഓഗസ്റ്റ് 2004. ആദ്യമായിട്ട് എന്താണ്? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡേറ്റ് കോളത്തിൽ എന്ത് എഴുതണം? ഡേറ്റ് എഴുതണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ 2004 അതൊരു ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് 1 തീയതി 2004 ഓഗസ്റ്റ് 1 നമ്മൾ ഡേറ്റ് എഴുതി. ട്രാൻസ്ലേഷൻ എന്താണ്? അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹25,000. അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 25,000. ഇവിടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അജയ് 25,000 രൂപ മുതൽ മുടക്കി ബിസിനസ് തുടങ്ങി. ഇവിടുത്തെ ഡെബിറ്റ് ആസ്പെക്റ്റുകളും ക്രെഡിറ്റ് ആസ്പെക്റ്റുകളും എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ രണ്ട് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്? അജയ് സ്റ്റാർട്ടഡ് ബിസിനസ്, അതായത് ഒന്ന് ക്യാപിറ്റൽ ആണ്, ഒന്ന് ക്യാഷ് ആണ്. ഒന്ന് ക്യാപിറ്റൽ ആണ്, ഒന്ന് ക്യാഷ് ആണ്. ഇനി ക്യാഷ് എന്നുള്ളത് എന്താണ്? ക്യാഷ് എന്നുള്ളത് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ്? അസറ്റ് എന്നുള്ള ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് ക്യാഷ്. ഇവിടെ എന്താണ്? ഒരാൾ ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ, ബിസിനസ്സിലേക്ക് പണം ഇറക്കുമ്പോൾ ബിസിനസ്സിലെ ക്യാഷ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ക്യാഷ് വർദ്ധിക്കുന്നു മീൻസ് അവിടുത്തെ അസറ്റ് വർദ്ധിക്കുന്നു. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. നിങ്ങളെന്താണ് ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കുക. ഈ ഒരു ടേബിളിൽ എന്താണ്? അസറ്റ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് എന്നുള്ളത് അസറ്റ് ആണ്. അസറ്റ് എന്നാണ് കൂടി, അപ്പോൾ അതിന് ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ്? ഇവിടെ രണ്ടാമത്തതാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്നുള്ളത് എന്താണ്? ആ ക്യാപിറ്റൽ ഇവിടെ ഒരാൾ മുതലാളി മുതൽ മുടക്കുമ്പോൾ അയാളുടെ മൂലധനം വർദ്ധിക്കുന്നു, ക്യാഷും വർദ്ധിക്കുന്നു. മൂലധനം കൂടുമ്പോൾ ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? അത് ക്രെഡിറ്റ് ചെയ്യണം. അതായത് ക്യാഷ്, ഇവിടുത്തെ രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ക്യാഷ് ആണ്, രണ്ട് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ്? ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു. ക്യാഷ് എന്നാൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റൽ എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ജേർണൽ എൻട്രികൾ എഴുതാം. ഇവിടെ ഫസ്റ്റ് എന്താണ്? ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിന്റെ നെയിമാണ് ആദ്യം എഴുതേണ്ടത്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 25,000. ഡെബിറ്റിന്റെ നേരെ എന്ത് ചെയ്യാം? ഡെബിറ്റ് കോളത്തിൽ എഴുതാം 25,000. ഇവിടെ ക്രെഡിറ്റിന് നേരെ എന്താണ്? ക്രെഡിറ്റ് സൈഡിൽ എഴുതാം 25,000. എന്താണ്? ഇതിനൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ, ഒരു നെരേഷൻ കൊടുക്കണം. നെരേഷൻ എന്താണ്? സ്റ്റാർട്ടഡ് ബിസിനസ്, ബിസിനസ് തുടങ്ങി, സ്റ്റാർട്ടഡ് ബിസിനസ്. ബ്രീഫ് എക്സ്പ്ലനേഷൻ. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് ക്ലോസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നാമത്തെ ട്രാൻസ്ലേഷൻ ജേർണലിലേക്ക് റെക്കോർഡ് ചെയ്തു, അല്ലാതെ ഒന്നാമത്തെ ട്രാൻസ്ലേഷൻ ജേർണലൈസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ട്രാൻസ്ലേഷൻ നോക്കുക. ബോട്ട് ഫർണിച്ചർ ഫോർ ₹2,100. ബോട്ട് ഫർണിച്ചർ ഫോർ ₹2,100.
അതായത് ബോട്ട് ഫർണിച്ചർ ഫോർ റുപ്പീസ് 2100, 2100 രൂപക്ക് ഫർണിച്ചർ വാങ്ങി. ഡേറ്റ് എന്നാണ് 2-ാം തീയതിയാണ്, ഓഗസ്റ്റ് 2-ന് 2100 രൂപക്ക് ഫർണിച്ചർ വാങ്ങി. ഫർണിച്ചർ എന്നുള്ളത് എന്താണ്? ഒരു ഫിക്സഡ് അസറ്റാണ്. ഇവിടെ അസറ്റ് എന്നാണ്. ഈ ഒരു ഫർണിച്ചർ വാങ്ങുമ്പോൾ ബിസിനസ്സിലെ ഫർണിച്ചർ മീൻസ് അസറ്റ് എന്നാണ്, കൂടുന്നു. പിന്നെ ക്യാഷ് കൊടുക്കണ്ടേ? ഇപ്പൊ ക്യാഷ് കൊടുക്കുമ്പോൾ എന്താണ്? ക്യാഷ് കുറയുന്നു. ഇവിടെ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഫർണിച്ചർ എന്നുള്ള അസറ്റ് കൂടുന്നു, ക്യാഷ് എന്നുള്ള അസറ്റ് എന്താണ്? കുറയുന്നു. അപ്പോൾ ഫർണിച്ചർ എന്ന അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം ഡെബിറ്റ് ആസ്പെക്റ്റ് ആണ് ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത്. ഡെബിറ്റ് ആസ്പെക്ട് എന്താണ്? ഫർണിച്ചർ. ഡേറ്റ് ആണ് ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത് 2-ാം തീയതി. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ. 2 ഇവിടെ നിന്നാണ്. ഒന്ന് ഫർണിച്ചർ ആണെങ്കിൽ 2-ാമത്തെ ആസ്പെക്ട് എന്നാണ്? ക്യാഷ് ആണ്. ഫർണിച്ചർ വാങ്ങുമ്പോൾ ക്യാഷ് കൊടുക്കണം. ബിസിനസിന്റെ ക്യാഷ് കുറയാണ്, അതായത് അസറ്റ് കുറയാണ്. ക്യാഷ് കുറയാ മീൻസ് അസറ്റ് കുറയാണ്. അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ ക്യാഷ് എന്താണ്? ക്രെഡിറ്റിലാണ് വരേണ്ടത്. ഇപ്പൊ ക്രെഡിറ്റിൽ വരേണ്ടത് 2-ാമതാണ് എഴുതേണ്ടത്, ടു ക്യാഷ്. എമൗണ്ട് എത്രയാണ്? 2100. ഇവിടെയും 2100. ഇതിനെന്ത് ചെയ്യാം? നമുക്കൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. നരേഷൻ എന്താണ്? ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. അതായത് ക്യാഷിന് ഫർണിച്ചർ വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ 2 ട്രാൻസാക്ഷൻ എന്താണ്? റെക്കോർഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഡേറ്റ് എന്താണ്? 4 ആണ്, 4-ാം തീയതി. അതായത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ആനന്ദ് ട്രേഡേഴ്സിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ആനന്ദ് ട്രേഡേഴ്സിൽ നിന്നും സാധനങ്ങൾ എന്നാണ്? പർച്ചേസ് ചെയ്തു. സാധനങ്ങൾ കടത്തിന് വാങ്ങി. കാരണം ഇവിടെ ക്യാഷിന് വാങ്ങി എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു ട്രേഡേഴ്സിന്റെ പേര് നൽകി കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്, കടത്തിനാണ് വാങ്ങിയത്. അപ്പൊ പർച്ചേസ് എന്നുള്ളത് എന്താണ്? അസറ്റാണ്. പർച്ചേസ് എന്നുള്ളത് അസറ്റാണ്. അസറ്റ് എന്നാണ്? കൂടുന്നു. നിങ്ങൾ സാധനം വാങ്ങുമ്പോൾ എന്താണ്? ബിസിനസ്സിലേക്ക് അത്രയും സ്റ്റോക്ക് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ പർച്ചേസ് എന്നുള്ളത് അസറ്റാണ്. അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കടത്തിനാണ് വാങ്ങിയത്. കടത്തിന് വാങ്ങുന്ന ആളുകൾക്ക് എന്താണ് പറയുന്നത്? ക്രെഡിറ്റേഴ്സ് എന്നാണ് പറയാം. ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ എന്താണ്? അത് ലാബിലിറ്റി ആണ്. അപ്പോൾ കടത്തിന് വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് കൂടുന്നു, ലാബിലിറ്റി കൂടുന്നു. ലാബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ലാബിലിറ്റി കൂടിയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് കൂടിയാൽ ഡെബിറ്റും ചെയ്യണം. ഇവിടെ അസറ്റ് ഏതാണ്? അസറ്റ് പർച്ചേസ് ആണ്. ലാബിലിറ്റി ഏതാണ്? ആനന്ദ് ട്രേഡേഴ്സ് ആണ്. അപ്പോൾ അസറ്റ് എന്നാണ്? പർച്ചേസ്. ഇവിടെ പർച്ചേസ് ആണ് ഡെബിറ്റ്, കാരണം അത് അസറ്റ് കൂടിയതാണ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ. ടു ആനന്ദ് ട്രേഡേഴ്സ്. ആനന്ദ് ട്രേഡേഴ്സ് എന്നുള്ളത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് ലാബിലിറ്റി ആണ്. ലാബിലിറ്റിയുടെ കീഴിലാണ് ആനന്ദ് ട്രേഡേഴ്സ് വരുന്നത്. അതുകൊണ്ടെന്താണ്? അത് ലാബിലിറ്റി കൂടുമ്പോൾ അത് ക്രെഡിറ്റ് ആയിരിക്കും. ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്താണ്? പർച്ചേസിന്റെ നേരെ എന്താണ്? ഡെബിറ്റിൽ പർച്ചേസ് എമൗണ്ട് എഴുതാം, 2850. അതുപോലെ ഇവിടെ എന്താണ്? ആനന്ദ് ട്രേഡേഴ്സിന്റെ നേരെ ക്രെഡിറ്റിൽ 2850. അതായത് ഏതൊരു ട്രാൻസാക്ഷനും ഡബിൾ എൻട്രി പ്രകാരം എന്ത് ചെയ്യണം? ഇത് ഡബിൾ എൻട്രി ആണ്. 2 സൈഡിൽ നിന്ന് ഡെബിറ്റിലും ക്രെഡിറ്റിലും റെക്കോർഡ് ചെയ്യണം. നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം, നരേഷൻ കൊടുക്കണം. നരേഷൻ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റ് സാധനങ്ങൾ വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ പെർട്ടിക്കുലേഴ്സ് കോളം മാത്രമാണ് നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടത്. ഒരുമിച്ച് ക്ലോസ് ചെയ്യാൻ പാടില്ല. പെർട്ടിക്കുലേഴ്സ് കോളം ഇവിടെ മാത്രം എന്ത് ചെയ്യാം? ഇങ്ങനെ ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ് നടക്കുന്നത്? 7th-നാണ്, 7-ാം തീയതി. 7-ാം തീയതിയാണ് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നത്.
നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്? നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 7-ാം തീയതി ക്യാഷ് സെയിൽസ്. ക്യാഷിന് സാധനങ്ങൾ വിറ്റു, ക്യാഷ് സെയിൽസ് ആണ്. ഇപ്പോൾ ക്യാഷിന് സാധനങ്ങൾ വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ രണ്ട് ആസ്പെക്റ്റുകൾ മനസ്സിലാക്കണം. ഒരു ആസ്പെക്ട് എന്താണ്? ക്യാഷാണ്. കാരണം ക്യാഷിനാണല്ലോ വിൽക്കുന്നത്, ക്യാഷ് നമുക്ക് കിട്ടുന്നു. രണ്ടാമത് സെയിൽസ് ആണ്. ഒന്ന് സെയിൽസും ഒന്ന് ക്യാഷുമാണ്. ഇവിടെ ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഏതാണ് തീരുമാനിക്കണം. ഇവിടെ ക്യാഷ് എന്നുള്ളത് എന്താണ്? നമുക്ക് ലഭിക്കല്ലേ. ക്യാഷ് എന്നുള്ളത് ഒരു അസറ്റാണ്. അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് എന്നുള്ളത് എന്താണ്? അതൊരു ഇൻകം ആണ്. ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഡെബിറ്റ് ക്യാഷ് ആണ്, ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ നമ്മുടെ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഇവിടെ ക്യാഷ് കൂടുന്നു, അസറ്റ് കൂടുന്നു, അസറ്റ് കൂടിയത് കൊണ്ട് ഡെബിറ്റിൽ എഴുതി. സെയിൽസ് എന്നുള്ളത് എന്താണ്? സെയിൽസും കൂടാണ്. സെയിൽസ് എന്നുള്ളത് ഒരു ഇൻകം ആണ്, വരുമാനമാണ്. ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്താണ്? അത് ക്രെഡിറ്റിലാണ്, അതുകൊണ്ട് ക്രെഡിറ്റിൽ എഴുതി. വേറെ ആയല്ലോ. എമൗണ്ട് എത്രയാണ്? 3500 ആണ്. 3500. ഇതിന്റെ താഴേക്ക് എന്നാണ്? സ്ഥലമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം? ഇതിന്റെ ബാലൻസ് മുകളിലേക്ക് തന്നെ എഴുതുകയാണ്. ഓഗസ്റ്റ് 14 ട്രാൻസാക്ഷൻ എന്താണ്? സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മനോഹർ. മനോഹറിന് സാധനങ്ങൾ വിറ്റു. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മനോഹർ റുപ്പീസ് 2500. 2500 രൂപക്ക് മനോഹറിന് സാധനങ്ങൾ വിറ്റു. അപ്പോൾ മനോഹറിന് സാധനങ്ങൾ വിൽക്കുന്നത് എന്താണ്? അത് കടത്തിനാണ് വിൽക്കുന്നത്. അപ്പോൾ കടത്തിന് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ക്യാഷ് തരുന്നില്ല, പകരം അവർ ക്യാഷ് തരാനുണ്ടാകും. അപ്പോൾ ക്യാഷ് തരാനുള്ള ആളുകളെ എന്താണ് വിളിക്കുന്നത്? ഡെപ്റ്റേഴ്സ്. ഇപ്പോൾ ഡെപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഡെപ്റ്റേഴ്സ് എന്നുള്ളത് എന്താണ്? ഡെപ്റ്റേഴ്സ് എന്നുള്ളത് അസറ്റാണ്. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ആയിരിക്കും. ഇവിടെ അസറ്റ് എന്താണ്? മനോഹറാണ്. മനോഹറാണ് ഇവിടുത്തെ ഡെപ്റ്റേഴ്സ്. അപ്പോൾ എന്താണ്? മനോഹറിനെ ഡെബിറ്റ് ചെയ്യുന്നു. മനോഹർ അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? ഇവിടെ സെയിൽസ് അല്ലേ? സെയിൽസ് കൂടുന്നു. കാരണം സെയിൽസ് എന്നുള്ളത് ഒരു ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്താൽ കൂടിക്കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. ടു സെയിൽസ്. മനോഹർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. എമൗണ്ട് എത്രയാണ്? 2500 ആണ്. 2500 രൂപ. ഡെബിറ്റിന്റെ നേരെ ഡെബിറ്റ് കോളത്തിൽ എഴുതുക, ക്രെഡിറ്റിന്റെ നേരെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് കോളത്തിൽ എഴുതുക. 2500. ഇതിനെന്ത് ചെയ്യണം? ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കണം. എന്താണ്? ക്രെഡിറ്റ് സെയിൽസ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. സാധനങ്ങൾ കടത്തിന് വിറ്റു. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് ക്ലോസ് ചെയ്യാം. ഈ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്തു. ഇനി എന്താണ്? ഓഗസ്റ്റ് 17, 17-ാം തീയതി. അത് കഴിഞ്ഞാൽ എന്താണ്? ഓഗസ്റ്റ് 17. ഓഗസ്റ്റ് 17 പെയ്ഡ് ഫോർ ഓഫീസ് സ്റ്റേഷനറി. അപ്പോൾ ഓഫീസ് സ്റ്റേഷനറിക്ക് എന്താണ്? ക്യാഷ് കൊടുത്തു. ഓഫീസ് സ്റ്റേഷനറി എന്നുള്ളത് ഒരു എക്സ്പെൻസ് ആണ്. ഓഫീസ് സ്റ്റേഷനറി എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും. അതുകൊണ്ട് എക്സ്പെൻസിന് എന്ത് ചെയ്യാം? നമുക്ക് ഡെബിറ്റിൽ എഴുതാം. ഓഫീസ് സ്റ്റേഷനറി. ഇനി ക്യാഷ് കൊടുക്കണില്ലേ? ക്യാഷ് കൊടുക്കുന്നത് കൊണ്ട് എന്താണ്? ക്യാഷ് കുറയുന്നു, മീൻസ് അസറ്റ് കുറയുന്നു. അസറ്റ് കുറഞ്ഞാൽ, അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. ടു ക്യാഷ്. ഓഫീസ് സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 25 ആണ്. 25 ആണ്. നരേഷൻ എന്താണ്? നരേഷൻ പെയ്ഡ് ഫോർ സ്റ്റേഷനറി എക്സ്പെൻസസ്.
സ്റ്റേഷനറി എക്സ്പെൻസസ് പെയ്ഡ് ഫോർ സ്റ്റേഷനറി എക്സ്പെൻസസ്. അതായത് സ്റ്റേഷനറി എക്സ്പെൻസ് എന്നാണ് കൊടുത്തു. 25 രൂപയാണ് കൊടുത്തത്. അപ്പോൾ ബിസിനസിന്റെ 25 രൂപ കുറഞ്ഞു. പകരം എന്താണ് ഈ ഒരു എക്സ്പെൻസ് എന്നാണ് കൂടി. എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ആയിരിക്കും. അതുപോലെ അസറ്റ് കുറയുമ്പോൾ എന്നാണ് അത് ക്രെഡിറ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ആണ് 19th മനോഹർ റെമിറ്റഡ്. 19th മനോഹർ റെമിറ്റഡ്. മനോഹർ എന്താണ്? സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. അദ്ദേഹത്തിന് സാധനങ്ങൾ കടത്തിന് വിറ്റപ്പോൾ അദ്ദേഹം എന്താണ് 2500 രൂപ സാധനം വിറ്റു. അദ്ദേഹം 2500 രൂപ ബിസിനസ്സിലേക്ക് തരാനുണ്ട്. ആ തരാനുള്ള എമൗണ്ടിലേക്ക് എന്താണ് അദ്ദേഹം 1000 രൂപ ബിസിനസ്സിലേക്ക് തന്നു. ആകെ 2500 തരാനുണ്ട്, അതിലേക്ക് 1000 എന്താണ് ഇങ്ങോട്ട് തന്നു. അപ്പോൾ 1000 തരുമ്പോൾ എന്താണ് 2500 തരാനുള്ള ഒരാള് 1000 രൂപ തരുമ്പോൾ എന്ത് ചെയ്യും? അതിന് ബാക്കി എത്ര തന്നാലും മതി? ബാക്കി 1500 തന്നാലും മതി. അതായത് മീൻസ് എന്താണ് അദ്ദേഹം തരാനുള്ള എമൗണ്ട് കുറയുന്നു. മീൻസ് ഡെപ്റ്റേഴ്സ് കുറയുന്നു. ഡെപ്റ്റേഴ്സ് പറഞ്ഞാൽ എന്താണ്? അത് അസറ്റ് ആണ്. അപ്പൊ അസറ്റ് കുറയുമ്പോൾ എന്താണ് ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ മനോഹർ എന്നുള്ളത് എന്താണ്? ക്രെഡിറ്റ് ആണ്. ടു മനോഹർ ക്രെഡിറ്റ് ആണ്. കാരണം അദ്ദേഹം തരാനുള്ള എമൗണ്ട് എന്താണ്? ഡെപ്റ്റർ ആണ്. തരാനുള്ള എമൗണ്ട് കുറയുന്നു, അസറ്റ് കുറയുന്നു. അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി അദ്ദേഹം ക്യാഷ് അല്ലേ തരുന്നത്. അദ്ദേഹം ക്യാഷ് തരുമ്പോൾ ബിസിനസിന്റെ ക്യാഷ് കൂടുന്നു, മീൻസ് അസറ്റ് കൂടുന്നു. അസറ്റ് കൂടുമ്പോൾ എന്താണ്? ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മനോഹർ അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 1000 ആണ്. ഇവിടെയും 1000. ക്യാഷ് എന്താണ്? നരേഷൻ എന്താണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രം മനോഹർ. ഇതാണ് ഈ ഒരു ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്? 19th ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇനി 21st ആണ്. ഓഗസ്റ്റ് 21. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റെസീവ്ഡ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്നു, അതിന്റെ പലിശ എന്താണ്? ലഭിച്ചു. പലിശ ബിസിനസ്സിലേക്ക് ലഭിച്ചു. ഇൻട്രസ്റ്റ് റെസീവ്ഡ് അതെന്താണ്? ഒരു ഇൻകം ആണ്. ഇൻട്രസ്റ്റ് റെസീവ്ഡ് പറഞ്ഞാൽ അതൊരു ഇൻകം ആണ്. ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ആയിരിക്കും. ഇനി ക്യാഷ് അല്ലേ കിട്ടുന്നത്. ക്യാഷ് എന്നുള്ളത് അസറ്റ് ആണ്. അസറ്റ് കൂടുമ്പോൾ എന്താണ്? ഡെബിറ്റ് ആയിരിക്കും. അപ്പൊ എൻട്രി എന്താണ് വരിക? ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് റെസീവ്ഡ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് റെസീവ്ഡ്. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 150. 150 ആണെന്ത് അതിന്റെ എമൗണ്ട്. ഇനി എന്താണ്? ഇനിയും ഒരു 3 ട്രാൻസാക്ഷനും കൂടെ ബാക്കിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് മുകളിലേക്ക് എഴുതാൻ പോവാണ്. ആണ്. ഓഗസ്റ്റ് 25 ട്രാൻസാക്ഷൻ എന്താണ്? പെയ്ഡ് റെന്റ് ടു ലാൻഡ് ലോഡ്. അതായത് ലാൻഡ് ലോഡിന് എന്താണ്? റെന്റ് കൊടുത്തത്, വാടക കൊടുത്തു, റെന്റ് കൊടുത്തു. ഇപ്പൊ റെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ റെന്റ് പെയ്ഡ് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടിയാൽ എന്താണ്? ഡെബിറ്റ് ആണ്. ഇപ്പോൾ ഡെബിറ്റിൽ എന്താണ്? എക്സ്പെൻസ് ആണ്. റെന്റ് എന്നുള്ള എക്സ്പെൻസ് ആണ്. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു. ക്യാഷ് കൊടുക്കല്ലേ. ക്യാഷ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ക്യാഷ് കുറയുന്നു, അസറ്റ് കുറയുന്നു. അസറ്റ് കുറയുമ്പോൾ എന്താണ്? ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ ക്യാഷ്. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എത്രയാണ്? 550. ഇവിടെ ക്രെഡിറ്റില് 550. റെന്റ് പെയ്ഡ്. നരേഷൻ എന്താണ്? റെന്റ് പെയ്ഡ്. നരേഷൻ റെന്റ് പെയ്ഡ്. ഇത് ക്ലോസ് ചെയ്യാം. ഇനി 25th കഴിഞ്ഞു. ഇനി എന്താണ്? 29 ആണ്. 29th ഓഗസ്റ്റ് 29. ട്രാൻസാക്ഷൻ എന്താണ്? അജയ് ഹാസ്
വിഡ്രോൺ ക്യാഷ് ₹500 ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. അപ്പം അജയ് എന്നുള്ളത് ആരാണ്? ഈ ബിസിനസ് തുടങ്ങിയ ആളാണ്, ബിസിനസിന്റെ ഓണറാണ്. ഒരു ഓണർ അദ്ദേഹത്തിന്റെ വ്യക്തിഗത ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്നും പണം പിൻവലിക്കുകയാണെങ്കിൽ അതിനെ ഡ്രോവിങ്സ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഡ്രോവിങ്സ് അക്കൗണ്ട്. ഒരു മുതലാളി വ്യക്തിഗത ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്നും പണം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഡ്രോവിങ്സ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ഇവിടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷാണ് പിൻവലിക്കുന്നത്, ക്യാഷാണ് പിൻവലിക്കുന്നത്. ഇവിടെ ഡ്രോവിങ്സ് എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ കുറയുകയാണ്. ക്യാപിറ്റൽ കുറയുമ്പോൾ ഡ്രോവിങ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ഐറ്റമാണ് ഡ്രോവിങ്സ്. ഡ്രോവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ കുറയുന്നു, ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പിന്നെ ക്യാഷും കുറയാണ്, കാരണം അദ്ദേഹം ക്യാഷ് എടുക്കല്ലേ, ക്യാഷ് കുറയുന്നു. ടു ക്യാഷ്, ക്യാഷ് കുറയുക മീൻസ് അസറ്റ് കുറയുകയാണ്. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 500 ആണ്. 500, ഇവിടെ 500. നരേഷൻ എന്താണ് വരുന്നത്? ക്യാഷ് വിഡ്രോൺ ബൈ പ്രൊപ്രീറ്റർ. ക്യാഷ് വിഡ്രോൺ by proprietor. Cash withdrawn by proprietor. Cash withdrawn by proprietor. പ്രൊപ്രീറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഓണർക്ക് പ്രൊപ്രീറ്റർ എന്നാണ് പറയുക. ക്യാഷ് വിഡ്രോൺ ബൈ പ്രൊപ്രീറ്റർ. ഈ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആണെന്ത്? പെയ്ഡ് സാലറി ടു മാനേജർ ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് ₹1000. ആദ്യം ഡേറ്റ് എഴുതുന്നു, അതായത് സാലറി മാനേജർക്ക് എന്നാണ് ശമ്പളം കൊടുക്കുന്നു, സാലറി കൊടുക്കുന്നു 1000 രൂപ. ഇപ്പൊ സാലറി എന്നുള്ളത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ആയിരിക്കണം സാലറി. സാലറി അക്കൗണ്ട് ഡെറ്റർ, സാലറി അക്കൗണ്ട് ഡെറ്റർ, സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആയിട്ടല്ലേ കൊടുക്കുന്നത്? ടു ക്യാഷ്. സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 1000. അതിനുശേഷം എന്ത് ചെയ്യാം? എല്ലാ ട്രാൻസാക്ഷനും കഴിഞ്ഞാൽ ഈ ഒരു ഡെബിറ്റ് കോളവും അതുപോലെ ക്രെഡിറ്റ് കോളം നമ്മൾ ക്ലോസ് ചെയ്യാം. എന്നിട്ട് ചെയ്യാം, ഡെബിറ്റ് കോളം മൊത്തം കൂട്ടുക. മൊത്തം കൂട്ടുമ്പോൾ എന്താണ്? 39,175. ഇവിടെ അങ്ങനെ തന്നെ ലഭിക്കും, 39,175 എന്ന് ലഭിക്കും. അതിനുശേഷം എന്താണ്? ഈ ജേണൽ മൊത്തം ക്ലോസ് ചെയ്യാം. ഇതാണ് ഒരു ജേണൽ. അപ്പോൾ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്.